ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന ഇത്രയും നാളും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. വെൽക്കം ടു OP 9.0. നിങ്ങൾ പേരെല്ലാം കണ്ട പോലെ തന്നെ നമ്മളൊരു ടാഗ് ലൈനും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മളൊരു നല്ലൊരു ടീം വർക്കായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ടീം എഫേർട്ടായിട്ട് നമ്മളൊരു ഒത്തൊരുമിച്ച ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ മുന്നോട്ട് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും നല്ല ആഗ്രഹത്താൽ പല രീതിയിലുള്ള പല വിധത്തിലുള്ള നമ്മുടെ എയിമോട് കൂടെ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലോട്ടൊക്കെ നമ്മൾ വന്നപ്പം നമ്മളുടെ ബാച്ച്മേറ്റ്സിനെയും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവർ ആരാണ്, ടീമിലുള്ളവർ ആരാണ്, ഇത്രയും നാൾ നിങ്ങളുടെ മെന്റേഴ്സിനെ കണ്ടു അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത ACസിനെ ഒക്കെ അല്ലേ നിങ്ങൾ ഫേസ് ഒക്കെ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കൂടെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ളത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാനും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സീരിയസ് സെഷൻ ഒന്നും അല്ല കേട്ടോ. സീരിയസ് ആയിട്ട് നല്ല മസിൽ പിടിച്ചിരുന്ന അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് കേൾക്കേണ്ട ഒരു സെഷൻ ഒന്നും അല്ല. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൂളായിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്ത് തമ്മിൽ പരിചയപ്പെടാനും അല്ലെങ്കിൽ ഒരു കാര്യമുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊരു രസകരമായ രീതിയിൽ പരിചയപ്പെടുന്ന ഒരു സെഷനാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരങ്ങളുണ്ട്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പം മാക്സിമം നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുക. നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ആക്കി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും പേരൊക്കെ വിളിക്കുമ്പോൾ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറയുന്ന സമയത്ത് ആക്റ്റീവായിട്ട് നിൽക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു സെഷനിലോട്ട് തുടങ്ങാം. നമ്മളുടെ OP 9.0യുടെ ഫസ്റ്റ് സെഷൻ 1 ആയ സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സെഷൻ 1 ആണ്. നമ്മൾ ഈ ഒരു ടീം അല്ലെങ്കിൽ ടാഗ് ലൈനിലൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ്, ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആദ്യമേ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തുടങ്ങിക്കോണം. ഇപ്പൊ ഇഗ്നൈറ്റ് അല്ലെങ്കിൽ ഇന്നോവേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് ഇതെന്താണ്, കട്ടിയുള്ള സംഭവങ്ങളാണോ, എന്തൊക്കെയാണ് ഈ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ പേരിന് വെച്ചേക്കുന്നതാണോ? ഇതൊന്നും അല്ല. നമ്മളിപ്പോ ആഗ്രഹിച്ച് നമ്മൾ ഈ കോഴ്സിന് കയറിയത് പോലെ തന്നെ ചെറിയൊരു സ്പാർക്കിൽ നിന്ന്, ഇഗ്നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്പാർക്ക്, നമ്മളുടെ ഒരു ജീവിതത്തിൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് പഠിക്കാം എന്നൊരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായല്ലോ. ആ ഒരു സ്പാർക്കിൽ നിന്ന് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടേതായ ഒരു ഫ്രെയിം വർക്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നു. ഇതാണ് നമ്മളുടെ ഈ ഒരു നമ്മളുടെ എഡ്യൂക്കേഷൻ ജേർണിയിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇഗ്നോ ജേർണിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന് നല്ലൊരു തുടക്കമാകട്ടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ പേര് സ്നേഹ എന്നാണ്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്റർ ആണ്. തുറന്നുള്ള മുന്നോട്ടുള്ള സെഷൻസിലൊക്കെ നമുക്ക് ഇനിയും കാണാം. അതേപോലെ തന്നെ ഈ ഒരു സെഷനിൽ എന്റെ കൂടെ കൊമേഴ്സിലെ മെന്ററായ അനുഷ മാം ഉണ്ട്. അതേപോലെ തന്നെ അശ്വതി മാം ഉണ്ട്. ദെൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററായ ജേഷ മാം ഉണ്ട്. അപ്പം ഹോൾ ടീം എല്ലാ ഇന്റർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു സെഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബാച്ച്മേറ്റ്സും സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഈ ഒരു സെഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെ. എല്ലാവരും വീഡിയോ ഓൺ ആക്കി നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. മാക്സിമം പറ്റുന്നവരെല്ലാരും വീഡിയോ ഓൺ ആക്കി സെഷൻസിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. ഒത്തിരി ഗെയിംസ് വരുന്നുണ്ട്. വെർച്വൽ ആണ്, ഓൺലൈൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലുള്ള ഒരു സെഷനാന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ ഒന്നിനും ഒരു കുറവില്ല. നമുക്ക് ഗെയിംസ് ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, നിങ്ങളുടെ തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടാണ് ഈ ഒരു സെഷനിൽ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സെഷൻ നമുക്ക് മാക്സിമം ആക്റ്റീവായിട്ട് എടുക്കാം. അപ്പം നമുക്കിനി ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിനകത്ത് ആരൊക്കെയാണ് നമ്മളുടെ ഇതിനകത്തുള്ള എന്നൊന്ന് പരിചയപ്പെടാനൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇനിയുള്ളത്. അതിന് നമ്മളുടെ അനുഷ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അനുഷ മാം, ഓവർ ടു യു. താങ്ക് യു സ്നേഹ. സോ ഹലോ എവറി വൺ, ഗുഡ് ഈവനിങ്. അപ്പം എൻ്റെ പേര് അനുഷ്യ, ഞാൻ കൊമേഴ്സിലെ മെൻറ്ററാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു ജേർണി നമ്മൾ ഒഫീഷ്യലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ആ ഒരു ജേർണി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ എയിം അതെന്താണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ അതിനുവേണ്ടി എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ആദ്യം തന്നെ.
സോ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, ഇത് തികച്ചും ഇൻഫോർമൽ ആണ്. അപ്പം ആരും ഇങ്ങനെ മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട. അപ്പൊ നമുക്ക് കാഷ്വൽ ആയിട്ട് ഒന്ന് നമുക്കൊന്ന് എല്ലാവരും പരിചയപ്പെടാം അല്ലെ. നമ്മളൊരു ക്ലാസ്സിൽ പോവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുമല്ലോ. സോ നമുക്കൊന്ന് എല്ലാവരും പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് വീഡിയോസ് എല്ലാവരും പറ്റുന്നവർക്കൊന്ന് വീഡിയോസ് ഓൺ ചെയ്യും കേട്ടോ. അതേപോലെ മൊബൈലിന്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങളുടെ നെയിമായിട്ട് റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാനിങ്ങനെ പേരെടുത്ത് വിളിക്കണം എന്നില്ലല്ലോ. നിങ്ങൾ വോളണ്ടറി ആയിട്ട് ആരാണ് ആദ്യം വരുന്നത് നോക്കാം. I am Al Nasimudi. നാസിം എന്ന് വിളിക്കും. ഓ, എവിടെയാ വീട്, നാടൊക്കെ എവിടെയാ? ഇപ്പൊ അക്കൗണ്ടിനായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഒമാനിലോട്ട് പോകാൻ നാട് കൊല്ലമാണ്. ഇപ്പൊ ഒമാനിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആരാ വരുന്നേ? ആ ഓക്കെ സിബിൻ. ഓക്കെ. ഹായ്, എന്റെ പേര് സിബിൻ. ഞാനിവിടെ ബഹറിലെ മണി എക്സ്ചേഞ്ചിൽ ഡെപ്യൂട്ടി ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? നാട് കണ്ണൂർ. ഓക്കെ. ഇനി അടുത്ത ആരാ? നമുക്ക് എന്തായാലും എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ ഇന്ന് സെഷൻ കഴിയുമ്പോഴേക്കും. അപ്പൊ മടിപ്പ് വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം വേഗം അടുത്ത ഗെയിംസിലേക്ക് പോവാം. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അശ്വനി. എൻ്റെ പേര് അശ്വിനി. ഞാനിപ്പോൾ അക്കൗണ്ടിങ് ട്രെയിനി ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിനിങ് വീട് ഇരിഞ്ഞാലക്കുടയാണ്. ഓക്കെ ഓക്കെ. വേറെ ആരാ വരുന്നേ? എൻ്റെ പേര് റിസ്വാന. പറഞ്ഞോളൂ. ഞാൻ സ്ഥലം കല്ലം. പറഞ്ഞു കഴിഞ്ഞോ? ഇടയ്ക്ക് മ്യൂട്ടായിരുന്നു തോന്നുന്നു. റിസ്വാന, സ്ഥലം എവിടെയായിരുന്നു? കല്ലം, തിരുവനന്തപുരം കല്ലം. ഓക്കെ, തിരുവനന്തപുരം. ഒരാളും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേഗം ഗെയിമിലേക്ക് കിടക്കാം. ഒരാളും കൂടെ വേഗം വരും. ഒരാളും കൂടെ ആരാ വരുന്നേ? Hi all. കൊറേ പേരായോ? Hi. ഹായ്, പറഞ്ഞു. ഓക്കെ, എൻ്റെ പേര് സോലേഹ്, മുഹമ്മദ് സോലേഹ്. ഞാൻ ഇവിടെ UAE വർക്ക് ചെയ്യാണ്. ഹോട്ടൽ നാട്ടിൽ മാനേജർ എവിടെയാണ്? ആയിട്ട് വർക്ക്. നാട്ടിലെ മലപ്പുറം വേങ്ങര. ഓക്കെ, ഓൾറെഡി ഞാൻ എന്താണ്? വർക്കിലാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാത്തത്. ആണോ? ഓക്കെ. പറ്റുന്ന സമയത്ത്, ഗെയിമിന്റെ സമയത്തൊക്കെ നല്ലപോലെ ഇൻവോൾവ് ചെയ്യുക കേട്ടോ. പറ്റുന്നത്രയും. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം അല്ലെ സ്നേഹ മിസ്സേ? നമുക്ക് അടുത്തൊരു ഗെയിമിലോട്ട് പോവാം. ഇവർ ഇച്ചിരി കൂടെ ഒന്ന് ഉഷാറാവട്ടെ. അതെ, അതെ. എത്രത്തോളം ഇനി എല്ലാവരും പിടിച്ചു നിൽക്കണം, മസിൽ പിടിക്കേണ്ട കാര്യമല്ലെന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞാലേ അവർക്ക് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആവും. ഓക്കെ. നമുക്കൊന്ന് ഫസ്റ്റ് ഒരു ഗെയിമിലോട്ട് പോവാം. വീഡിയോ ഓൺ ചെയ്യോ കേട്ടോ എല്ലാവരും. പറ്റുന്നവരൊക്കെ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ. സ്ക്രീൻ കാണാമോ? വിസിബിൾ ആണോ? കാണാം, വിസിബിൾ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും റെഡി ആണോ? സിനിമയൊക്കെ കാണുന്നവരാണോ? അല്ലാത്തവരുണ്ടോ അല്ലേ? മാം, എന്നാ തുടങ്ങാം. തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു പേരാണല്ലേ, മൂവി ഐഡി. ദാറ്റ് ഇസ് നമുക്ക് പേരിൽ തന്നെ അറിയാലോ. ക്യാൻ യു ഗസ്? ഒരു മൂവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് കാണിക്കും, ഡയലോഗുകൾ കാണിക്കും. സോ അത് ഏത് മൂവിയിലെയാണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. സിമ്പിൾ ആണ്. സിമ്പിൾ ഗെയിം ആണ്. അതുകൊണ്ട് തന്നെ എല്ലാരും അൺമ്യൂട്ട് ചെയ്തൊക്കെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അതായത് ബെസ്റ്റ് പാർട്ടിസിപ്പൻസിനെ നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ. സോ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഇമേജ്. കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഏത് മൂവിയിലെ? സോൾട്ട് മാംഗോ ട്രീ. സോൾട്ട് മാംഗോ ട്രീ. ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻസ്? ആരാണ്?
മുമ്പ് കഥ. സിനിമയൊന്നും കാണാറില്ലേ? ആൻസേഴ്സ് ഒന്നും പോരല്ലോ. ബോംബ് കഥ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ട്രയൽ പോലെ കണ്ടോ, ഒന്ന് നോക്കിയേക്കാം ഏത് ആൻസർ എന്ന്. ഗോതയാണ് സിനിമ. പോരാ കേട്ടോ, നമ്മൾ സിനിമയൊന്നും കാണാറില്ലേ എല്ലാരും? ആക്ടിവായിട്ട് നിൽക്കുക കേട്ടോ. നെക്സ്റ്റ് ഇമേജ് നോക്കാം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നോ? നെക്സ്റ്റ് ഇമേജ് നോക്കാം അല്ലേ? മൈ ഫോൺ നമ്പർ ഈസ് ഡഷ് 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 ഡഷ്. ഏതാണ്? രാജാവിന്റെ മകൻ. ഞാൻ ജോയിൻ രാജാവിന്റെ മകൻ. എനി അതർ ആൻസേഴ്സ്? രാജാവ് ഫേമസ് ആയതൊക്കെ. രാജാവിന്റെ മകൻ ഒരാള് പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ? വേറെ ആൻസേഴ്സ് വല്ലതും ഉണ്ടോ? അതോ അതങ്ങ് ഉറപ്പിച്ചതാണോ? നമ്മൾ വിചാരിച്ചിങ്ങനെ ചർപ്പറ ആൻസേഴ്സ് വരുന്നത്. ബികോംകാരാണ്, കൊമേഴ്സുകാരാണ്. ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ആക്ടിവായിട്ട് നിൽക്കും മക്കളെ. ഇത് തന്നെ അവിടുന്ന് ഉറപ്പിച്ചോ? വേറെ ആൻസേഴ്സ് വല്ലതും ഉണ്ടോ? നമുക്ക് അടുത്ത് നോക്കാം. 20-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ട്. രാജാവിന്റെ മകൻ 20-ാം നൂറ്റാണ്ട്. അപ്പം രാജാവിന്റെ മകൻ. നസീം ആദ്യം പറഞ്ഞ തന്നെയല്ലേ ഇത് കറക്റ്റ് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ചോദിച്ചപ്പോ വീണ്ടും ഡൗട്ടായി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചമ്മി ഹീറോ ആടാ, ഹീറോ. കുമ്പളങ്ങി നൈറ്റ്സ്. അതന്നെ. കട്ടിങ്ങിലെ ഒരാള് പറഞ്ഞു ഉറപ്പിക്കുവാണോ? അത് കണ്ടിട്ട് അറിഞ്ഞിട്ട് ഉറപ്പിക്കുവാണോ? അത് കേട്ടിട്ട് ഉറപ്പിക്കുവാണോ? 100% കുമ്പളങ്ങി നൈറ്റ്സ് പറഞ്ഞല്ലോ. കുമ്പളങ്ങി നൈറ്റ്സ് കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കലങ്ങിയില്ല. യോധ. എല്ലാരും നസീം എന്താ പറയുന്നത് നോക്കിയിരിക്കുവാന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുക. ഒന്ന് തുടങ്ങട്ടെ മുന്നിൽ നാളെ, എന്നിട്ട് വേണം എനിക്ക് മുന്നിൽ പറയാന്നുള്ള രീതിയിൽ. എന്തിയേ ബാക്കി പടകളൊന്നും പറയുന്നില്ല? യോധ തന്നെ. യോധ തന്നെ. യോധയാണേലും ഒന്ന് പറഞ്ഞൂടെ? യോധ. ഒറ്റ ഫോട്ടോ കിട്ടില്ല മിസ്റ്റർ. ഇത് ഏതിലാ പറഞ്ഞേ? വടക്ക് നോക്കിയ യന്ത്രാണോ? അറിഞ്ഞൂടാ. ആണോ? നസീം മാത്രമേ നസീം ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കുന്നു തോന്നുന്നു. വടക്ക് നോക്കിയ യന്ത്രം. ആൻസർ കറക്റ്റ് ആണ്. ഇവർക്ക് വേറെ ഉത്തരമേ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആൻസർ ശരിയാണെങ്കിൽ അത് തന്നെ. വേറെ ഉത്തരങ്ങളും ഇല്ല. വേറെ ബാക്കിയുള്ളവർ വായു അടച്ചിരിക്കുക. ബാക്കി ഉത്തരങ്ങളും ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാ. നാടോടിക്കാറ്റ്. ദാസാ മറ്റു ദാസന്മാരൊക്കെ പറ. നിങ്ങളുടെയൊക്കെ സമയമായി. പറ. നാടോടിക്കാറ്റ് ഉറപ്പിച്ചോ? നോക്കാം. നാടോടിക്കാറ്റ്. ഓക്കേ, നടേശ കൊല്ലണ്ട. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്ന അവസ്ഥ കേട്ടോ. നടേശ കൊല്ലണ്ട. രാവണപ്രഭു. രാവണപ്രഭു. സൗണ്ട് കേട്ട് തുടങ്ങി പുറത്തുനിന്ന്. ആരാണത് പറഞ്ഞത്? ഞാൻ. നോക്കാം. രാവണപ്രഭു. വെട്ടും കുത്തും ഇടിയൊക്കെ ഉള്ളതാണെങ്കിൽ ഞങ്ങൾ ആക്റ്റീവായിട്ട് വരത്തുള്ളൂ തോന്നുന്നു അല്ലേ? സമാധാന പടങ്ങളൊന്നും ഇഷ്ടമല്ല. വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. ഏതാ? രാജാതിരാജ. രാജമാണിക്യം. രാജമാണിക്യം. രാജാതിരാജ. അത് പെട്ടെന്നാന്ന് തോന്നുന്നു അല്ലേ? കുറെ പേരുടെ ഉത്തരം വന്നു. രാജമാണിക്യം. ഓക്കെ, ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവൃത്തി രീതി ഒന്നും താനെന്നെ പഠിപ്പിക്കണ്ട. ഏതാ? ഇനിയൊരു അവസരമില്ല. ഇതിലെങ്കിലും ഒന്ന് പറ. ഏതാ? തലയണ മന്ത്രം.
വേറെന്തെങ്കിലും ഉത്തരം? മുർഷിദ പറയാനാണോ? നോക്കാം. തലേണ മന്ത്രം. തലേണ മന്ത്രം. എന്നാ തലേണ മന്ത്രം തന്നെ. ഇതിൽ എല്ലാരും തലേണ മന്ത്രം കേട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ആരും അത്ര ആക്റ്റീവായിട്ട് സാധാരണ കൊമേഴ്സുകാരുടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അടുത്തുള്ള ഗെയിമിലാണേലും കറക്റ്റ് ആയിട്ട് വന്നോണം. പിന്നെ ഇതുവരെ അപ്പം പറയാത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാര് മുന്നോട്ട് വരിക. സന പറയാൻ റെഡിയാണോ? ഇനി പറയുന്നവര് ഒരു നിങ്ങളിൽ പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് എടുത്തു, ബികോം എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എന്താണ്? സന ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? വീഡിയോ ഉണക്കാൻ പറ്റുമോ? എന്റെ പേര് പറഞ്ഞു കേക്കാം. നെക്സ്റ്റ് ആരാ വരാൻ പറ്റുന്നത്? സന, രണ്ട് സനയുണ്ടോ? സന ഐഫോൺ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എന്റെ പേര് സന നൗഷാദ്. ഞാനിപ്പം സൗദിയിലുള്ളത്. നാട് കണ്ണൂര്. കണ്ണൂർ. ഓക്കെ, എന്തെങ്കിലും പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാനുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ബികോം എടുത്തു, എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് എന്നെ കുറിച്ച് പറയാം. ആക്ച്വലി ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ്. ഉം. പിന്നെ ഞാൻ സൗദിയിലേക്ക് വരുന്നതിന് മുമ്പേ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു, മാനുവൽ പ്ലസ് ടാലി. ആ. സോ ഞാൻ ഇപ്പം ഡിഗ്രി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം GCC കൺട്രിയിൽ. സോ അങ്ങനെയാണ് ബികോം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാം നല്ലതിനായി തീരട്ടെ. നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോകുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഹലോ, സനയാണോ? എന്റെ പേര് ഫഹ്മിദ സന. ഓക്കെ, പറഞ്ഞു. ഞാൻ പരപ്പനങ്ങാടി നിന്നാണ്. അതന്നെ, പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ പോയിട്ടില്ല, ഡിഗ്രി എടുക്കുന്നു. ഓക്കെ, പഠിക്കണമെന്നുള്ള ഒരാഗ്രഹത്താൽ ഞാൻ വന്ന് എത്തിച്ചേർന്നു അല്ലേ? ആ, ഓക്കെ, നെക്സ്റ്റ് ആരായിരിക്കും? ആരാണ്? നിതിൻ പറഞ്ഞു. ഹരിത, ഈ വിളിച്ചാലേ വരത്തുള്ളൂ. ഓക്കെ, എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഇനിയിപ്പോ നമുക്ക് വേറെ അടുത്ത ആളെ വിളിക്കാം. നിവേദ്യ. ഹായ് മാം. ഹായ്. ഓക്കെ, എൻ്റെ പേര് നിവേദ്യ. ഞാൻ പാലക്കാട് നിന്നാണ്. ഓക്കെ. എനിക്ക് 18 വയസ്സാവുന്നു. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ കെയർ ആയിട്ട്. ഓക്കെ മാം, ഞാൻ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഈ കോഴ്സ് എടുക്കാൻ കാരണം. അപ്പൊ എന്തായാലും നല്ലൊരു ബിസിനസ് വുമൺ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത് ആരാ വരുന്നേ? ഷമീമ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്റെ പേര് ഷമീമ നസ്രീൻ, പടിഞ്ഞാറങ്ങാടി, പാലക്കാട് ഡിസ്ട്രിക്ട്. ഓക്കെ. ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു, മുന്നേ കംപ്ലീറ്റ് ആയില്ല, അപ്പൊ വീണ്ടും ചെയ്യാ വിചാരിച്ചു. വീണ്ടും അങ്ങനെ ജോയിൻ ചെയ്യാണ്, ഒന്നും കൂടെ പഠിക്കാൻ ആഗ്രഹത്താൽ അല്ലേ? അതെ. ഓക്കെ. സോ എന്തായാലും അത് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ. ഇനി ആരാളെ? മുർഷിദ. മുർഷിദ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ, കേക്കാം. ഞാൻ പിന്നെ പഠിത്തം കുറെ നീണ്ടു, ഇപ്പോ ചേരാന്ന് വിചാരിച്ചാണ്. ഡിഗ്രിക്ക് ബികോമിന് അങ്ങനെ ചേർന്നു. നെക്സ്റ്റ് ഒരാളും കൂടെ പറയുമോ? ഹായ് മാം,
ഒരാളോട് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കേക്കാം. എന്റെ പേര് റിസാന. ഞാൻ വടകരയാണ്. പിന്നെ ഓക്കെ, പേരെന്തായിരുന്നു? റിസ്വാന. റിസാന. ഓക്കെ. ആ ഐഷയാണോ? ഐഷ എന്തെങ്കിലും പറയാൻ അൺമ്യൂട്ട് ചെയ്താണോ? ഹലോ. ആ ഐഷ ഹായ് ഹായ്, ഞാൻ ആയിഷ സാദിയാണ്. പറ- ആ, എവിടാണ് സ്ഥലം? വീട് എവിടാ? ഞാൻ മലപ്പുറം തിരൂർന്നാണ് വരുന്നേ. ഹലോ, ഉം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ കേക്കാം പറഞ്ഞു. ഞാൻ ഈ ഡിഗ്രി എടുക്കാൻ കാരണം ഞങ്ങളെ ഫാമിലിക്കൊക്കെ ഭയങ്കര പുച്ഛനെ കൊണ്ടാവൂലാണ്. അപ്പൊ ആ ഒരു വാശിപ്പുറത്ത് പഠിക്കാൻ നിന്നു. അപ്പൊ എന്നെ കൊണ്ട് പറ്റൂല, കാണിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ഒരു തോന്നല്, അതില് കയറിയതാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് കാണിച്ചു കൊടുക്കാം അവർക്ക് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഇനി നമുക്കൊരു ഗെയിമിലേക്ക് കടന്നാലോ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ പരിചയപ്പെടാം. റെഡിയാണോ? ഗെയിം എന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും ഒരു ഉഷാറില്ലല്ലോ. ഓക്കെ, റെഡിയാണേ. റെഡിയാണ്. എന്റെ സ്ക്രീന് വിസിബിൾ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ട്രെയിൻ ബസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇമേജ് കാണുന്നില്ലേ? അപ്പം താജ്മഹലിനെ കുറിച്ച് ഒരു മിനിറ്റ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് താജ്മഹൽ ഈ ഒരു ഇമേജ് കണ്ടിട്ട് എന്തൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചത്. ഓക്കെ, ആഗ്രയിലുള്ള അത്രേ ഉള്ളോ? മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആഡ് ഓൺ ചെയ്യാനുണ്ടോ? താജ്മഹൽ. മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിതത്. ഓക്കെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഓക്കെ. പിന്നെന്താ, ഇത് പണി കഴിപ്പിച്ച ഇത് എവിടാണ്? അതൊക്കെ പറയത്തില്ലേ? ഓ, സിംബൽ ഓഫ് പ്യുവർ ലവ്. ഓക്കെ. വളരെ ക്രൂരമായിട്ട് ഷാജഹാൻ ചക്രവർത്തി എന്തെല്ലാം പറഞ്ഞു. ഇപ്പൊ ഒരു ഭംഗി കൊണ്ടിരിക്കുക. പൊള്യൂഷൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത 1 മിനിറ്റ് പോലും ഇവർക്ക് പറയാനില്ലെന്ന് തോന്നുന്നു. ആ ഓക്കെ, അടുത്ത നോക്കാന്നാ. ആ, സെക്കൻഡ് സെന്റൻസ് മേക്കിംഗ്. അപ്പം ഈ വേർഡ്സിൽ നിന്ന് സെന്റൻസ് മേക്ക് ചെയ്യാം. ഓക്കെ, ക്ലൗഡ്. ഫസ്റ്റ് ക്ലൗഡ്. ക്ലൗഡ്. കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന സിമ്പിൾ ഗെയിം അല്ലേ? എന്ത് ഈ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. അക്കൗണ്ടിങ് ലെവൽ വലിയ സംഭവമാണോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കില്ലേ? നിസ്സാരമായിട്ട് അടുത്ത മക്കളെ ചോദിച്ചാൽ വേണം ഇപ്പൊ ഉത്തരം പറയും. ജസ്റ്റ് ക്ലൗഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയാം, അത്രേ ഉള്ളൂ. ഗിറ്റാർ വെച്ചിട്ട് കോഫി, അങ്ങനെ.
ഇതിന് പേര് തോന്നുന്നുണ്ട് അല്ലേ സേമസ്? ഇതൊരു മോശം പരിപാടിയാകുമല്ലോ. ക്ലൗഡിനെ കുറിച്ച് ഒരു സെന്റൻസ് പറയാൻ ആരേലും? നസീം എന്തെങ്കിലും പറയാൻ പറ്റുമോ? ക്ലൗഡ്. നസീം. അയ്യോ എന്നെ തന്നെ വേണ്ടായിരുന്നു, വെറുതെ മ്യൂട്ട് പറ്റി വെച്ചു. ഓക്കെ, ഗിറ്റാറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഗിറ്റാർ. ഇൻസ്ട്രുമെന്റൽ എന്ത് ഇൻസ്ട്രുമെന്റ്? ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഓക്കെ. കോഫി. ഫ്രം കഫീൻ. കോഫി ഐ ലവ് കോഫി. അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം. ഇപ്പൊ ക്ലൗഡിന്റെ പറഞ്ഞു കഴിഞ്ഞാലും എവിടെ കാണുന്നു ക്ലൗഡ്, അല്ലെങ്കിൽ എന്ത് കളറാണ്, അല്ലെങ്കിൽ ഗിറ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് എ ഗിറ്റാർ വിത്ത് റെഡ് കളർ. എന്തെങ്കിലും ഒരു ചെറിയ സെന്റൻസ് പറഞ്ഞാൽ മതി. ഇത്രയും നിസ്സാര കാര്യത്തിന് വെറുതെ ആലോചിച്ചോണ്ടിരിക്കല്ലേ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. ഐഡന്റിഫൈ എ ഫേമസ് പേഴ്സൺ ഫ്രം ദി ഇമേജ്. ഇത് ഈ ഒരു ഇമേജ് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു ലേഡി ആരാണ്? എന്തോ കേട്ടിട്ട് ക്ലൂ തരുമോ? വേണ്ട. വേണം. ക്ലൂ എമ്മിലാണ്. എന്താ? സ്റ്റാർട്ടിംഗ് ലെറ്റർ തല പുകഞ്ഞുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് ചോദിക്കരുതേ. ആൻസർ കാണിച്ചു തരേ. മേരി ക്യൂറി. പേര് കേട്ടിട്ടുണ്ടോ? അറിയാം. ആ ഇതാരാ? ഇവർക്ക് നമ്മുടെ ലോകത്തുണ്ടായിരുന്നതാണോ? നെക്സ്റ്റ്. ഓക്കെ, ഇതിന്റെ രണ്ട് ഇമേജിന്റെ ഡിഫറൻസ് നമ്മൾ സ്പോട്ട് ചെയ്യാം. റോക്കറ്റ് ഇവിടെ സ്റ്റാർ ഇല്ല. റൈറ്റ്സിലെ സ്റ്റാറുള്ള ഒരു ക്ലൗഡ് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഇമോജി ഒരെണ്ണം. സ്മൈലി ഇമോജി വ്യത്യാസമുണ്ട്. ഒന്ന് ചിരിക്കുന്നതും ഒന്ന് നോർമൽ ആയിട്ടുള്ളതും. നമ്മൾ തെറ്റിദ്ധരിച്ചു നമ്മുടെ മക്കളെ കുറിച്ച്. തെറ്റിദ്ധരിച്ചു. സ്റ്റാർ ക്ലൗഡ് ഉള്ളിടത്ത് ഇപ്പുറത്തെ സ്റ്റാർ ആണ്. പിന്നെന്താ ഷൂട്ടിംഗ് സ്റ്റാർ ഒരു പിക്ചറിലില്ല. റോക്കറ്റ് പറഞ്ഞു, സ്റ്റാറിന്റെ ഇത് പറഞ്ഞു, സ്മൈലിയുടെ പിന്നെ എർത്തിലൊരു ഗ്രീൻ പാർട്ട് എക്സ്ട്രാ ഉണ്ട് അപ്പുറത്ത്. ഇവരെല്ലാം സൂക്ഷ്മദർശിനികളാണ്. അതെ ബുദ്ധിജീവികളെക്കാൾ ദർശിനികളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ഒരു പിക്ചർ കണ്ടോ? നിങ്ങൾ ഇത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയ സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എല്ലാം ഒന്ന് നോക്കിക്കേ. അതിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയോ? പെട്ടെന്ന് നോക്കിക്കോണം. ചിലപ്പോൾ കളർ ആയിരിക്കാം, ചിലപ്പോൾ കൗണ്ട് ആയിരിക്കാം, ഷേപ്പ് ആയിരിക്കാം, എന്ത് വേണേലും ചോദിക്കും. ഇത്രയും ക്ലൂ പറഞ്ഞു പോരെ? നോക്കിയോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചു. How many circles there are? 6. എത്ര സർക്കിൾ ഉണ്ടായിരുന്നു? 6. 5, 6. 5, 6, 8. ഇനി ഏതായാലും ഉത്തരം ഉണ്ടോ? 7. നോക്കാം. ആൻസർ നോക്കിയോ? 7. സൈലന്റ് ആയിട്ടുള്ളൊരു സൂക്ഷ്മദർശിനി ഞാൻ കണ്ടുപിടിച്ചു. അടുത്ത ഇൻട്രൊഡക്ഷൻ നമ്മളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഓക്കെ, ഇതിലെ മിസ്സിംഗ് ലെറ്റേഴ്സ് കണ്ടുപിടിക്കുക. ആരാ ഇടം പറഞ്ഞു? ഇന്നോവേഷൻ മാത്രല്ലേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ?
ഉറപ്പിച്ചാണോ? വേറെ ഏതെങ്കിലും വാക്ക് കിട്ടുമോ? നോക്കിക്കോ. ഇന്നോവേഷൻ. നോക്കാം നോക്കാം. ഉറപ്പിച്ചു ലാസ്റ്റ്. ഇന്നോവേഷൻ. ഇന്നോവേഷൻ. ഓക്കെ, ലാസ്റ്റ്. ഐഡന്റിഫൈ ദി മിസ്സിംഗ് നമ്പർ. 9, 9, 10. 9, 10. ഇനി വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ? 11. 10, നോക്കാം. 10. നോക്കാം, നമുക്ക് ആൻസർ നോക്കാം. 10. 11 പ്രൈം നമ്പർ ആയിരുന്നു. 11 പ്രൈം നമ്പേഴ്സ് ആയിരുന്നേ. ഓക്കെ, എന്നാ നമുക്ക് കുറച്ചു പേരെ കൂടെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത്രയും നേരം മിണ്ടാതിരുന്ന കുറച്ചു പേര്. ഇനി അടുത്ത ആരാണ് വരുന്നത്? ഓടി വാ, ചാടി വാ. ആരാ ഇനി പറയാനുള്ളത്? സമയമില്ല, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോവാം. നിർത്തിക്കോ. ഹലോ, ആ, പറഞ്ഞു. എന്റെ പേര് ഷെറിൻ. ആരായിരുന്നു? ഓക്കെ. ആ, ഞാൻ ഒളിഞ്ഞിരുന്ന സൂക്ഷ്മദർശിനി ഇതാണ്. ഞാൻ ഹോസ്പിറ്റൽ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ഇപ്പം. അപ്പൊ എന്റെ പ്രൊഫഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി വേണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. ബികോമിലേക്ക് വന്നു. ഉം. പിന്നെ ഓക്കെ, ഞാൻ നല്ലതായിട്ട് കോഴിക്കോട് പഠിക്കുക. കോഴിക്കോട്. Yeah. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഷെറിൻ. Okay. ഓക്കെ, ഇനി അടുത്ത ഗെയിമിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ. ഒളിഞ്ഞു മാറി നിൽക്കൊന്നും വേണ്ട കേട്ടോ. അറിയാവുന്നത് പറയാം. നമുക്ക് എനിക്ക് ഇതിനകത്ത് ഈ സിനിമേന്റെ പേര് ഒറ്റതും എനിക്കറിയില്ല, മൊത്തം പഴയ സിനിമയല്ലേ. ഇത് ഞാനിപ്പോ നമ്മൾക്ക് മാത്രമല്ലേ ഉള്ളൂ. അടുത്ത സിനിമ പേരൊന്നും വേണ്ട. അറിയാത്ത നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിം ഒക്കെ ഉണ്ട്. അതിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ. ഇനി Okay. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ആരാണ്? ഇനി ആരാണ് പറയാനുള്ളത്? നിങ്ങൾ ഇനി വാ, പേര് വിളിക്കണ്ടല്ലോ. ആരൊക്കെയാണ്? എന്റെ പേര് സൗദ. ഓക്കെ, സൗദ. ഞാൻ പട്ടാമ്പി, പാലക്കാട് ജില്ല. ഓക്കെ, പാലക്കാട്. ഡിഗ്രി അത്രേ ഉള്ളോ? ബികോം ആദ്യം എന്താണ് ഹോബി? എടുത്തിട്ടുണ്ടായിരുന്നു. 2 വർഷം എന്താണ് പോയി. ഹോബി സൗദ? ഹോബി പ്രത്യേകിച്ചൊന്നുമില്ല. 2 കുട്ടികളുണ്ട്, അപ്പൊ അവരെ പിന്നാലൊക്കെ ഇങ്ങനെ അതിന് ഹോബി. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എന്റെ ഹോബി അല്ലേ? അതെ. അപ്പൊ ഇനി അവരുടെ കൂട്ടത്തിൽ എന്തായാലും നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തതല്ലേ, അപ്പൊ പഠിച്ചോണ്ടേ. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തതാണ് ഡിഗ്രി. ഓക്കെ, നല്ല തീരുമാനം, നല്ല ഡിസിഷൻ. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാം നല്ലതായി തീരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാ എല്ലാരും ആയോ? ഇനി ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? ഹലോ മാം, ആരെങ്കിലും? എന്റെ പേര് ഹരിത. ഓക്കെ, ആരാണ്? മൻസൂറ. ആ, ഹരിത പറഞ്ഞു. ഞാൻ എറണാകുളം മൂവാറ്റുപുഴയിലാ. ഞാൻ ബ്യൂട്ടീഷ്യനായി വർക്ക് ചെയ്യാ. അപ്പൊ ഒരു ഡിഗ്രി വേണമെന്നുള്ളത് കൊണ്ടാണ് ബികോം എടുത്ത. ഇൻട്രസ്റ്റ് ആണ്. ജോബിന്റെ കൂട്ടത്തിൽ കോഴ്സ് കൂടെ ചെയ്യാം എന്ന രീതിയിൽ അല്ലേ? അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാം നല്ലതായി വരട്ടെ കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ഫാത്തിമ അല്ലേ പറയാൻ വന്നേ? ഫാത്തിമ മൻസൂർ. ഹലോ മാം, ആ, പറഞ്ഞു. എന്റെ പേര് ഫാത്തിമ. എന്റെ വീട് ആലപ്പുഴ ഹരിപ്പാട്. ഞാൻ +2 കഴിഞ്ഞ് പിന്നെ ഡിപ്ലോമ ചെയ്തു. ഇപ്പം വെറുതെ വീട്ടിലിരിക്കുന്നു. അപ്പൊ ബികോം ചെയ്യാന്ന് വെച്ചു. ഞാൻ ബികോം ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഡിപ്ലോമ ഏതാ എടുത്തേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എല്ലാരും ആ ഒരു ഫീൽഡാണ് ഡിപ്ലോമ എടുത്തിരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എന്ന രീതിയിൽ കൂടുതലും പേരുണ്ട്. കൂട്ടാളികളുണ്ട് ഇതിനകത്ത് കുറെ പേര്.
ആ പിന്നെ അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? കാൺസ് ഓൺ നെയിം നി- KNS. ഇടയ്ക്ക് ഞാൻ കണ്ടു. ഇടയ്ക്ക് ഒരു ആൻസർ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കണ്ടു. ആ മറ്റേ താജ്മഹലിന്റെ പറഞ്ഞ കൂട്ടത്തിലല്ലേ? ബ്യൂട്ടി ഓഫ് ലവ് അതെ എന്ന് പറഞ്ഞുണ്ട്. അതെ അതെ. ഒളിഞ്ഞിരുന്ന് അത് മാത്രം ഉത്തരം പറഞ്ഞ ടീമാണ്. പറയൂ പറയൂ, സ്വന്തം പേരും നാടും. കൻസു എന്നാണ് പേര്. മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓഡിബിൾ ആണോ? ഇവിടെ ഓഡിബിൾ ആണ്. ഓഡിബിളാ. സ്ഥലം എവിടാ? നാട് മലപ്പുറം വേങ്ങര. Okay. ഒരു റെയർ പേര് പോലെ അല്ലേ? അധികം കണ്ടിട്ടില്ല. അതെ അതെ, റയർ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക. ആള് റെയർ ആണോ? ആ ഭയങ്കര ആള് റെയർ വീടാണ്, ആയതുകൊണ്ട് ഭയങ്കര വീടാണ്. വേങ്ങര പലാണി. ഞാൻ അപ്പളെ ശ്രദ്ധിച്ചു നിങ്ങളെ വേങ്ങരയാണ് പറഞ്ഞപ്പോ. ഭയങ്കര പാലാണ്. ഓക്കെ ഓക്കെ. ഫാമിലി ഉണ്ട് ഇവിടെ പരാണിക്ക്. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ പരിചയക്കാരും നാട്ടുകാരായി. ഇപ്പൊ നമ്മളാരായി? ഇതാ പറഞ്ഞത്, നമ്മളുടെ കുറെ ബാച്ച്മേറ്റ്സിനെ ഇങ്ങനെ പരിചയപ്പെടുമ്പോ നിങ്ങൾക്ക് കുറെ ഒന്നെങ്കിൽ നാട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സെയിം വേവ് ലെങ്തിലുള്ളവരായിരിക്കും. ചിലര് നമ്മളുടെ സെയിം കോഴ്സസ് ചെയ്തിട്ട് അതേ ഒരു സിറ്റുവേഷൻ, ചിലരുണ്ട് കുറെ പേര്. ഇപ്പൊ ഇതിനകത്തൊന്നും പറഞ്ഞതിൽ നിങ്ങൾ തുറന്നു പറയാത്ത കുറെ ടീമുണ്ട്. ഹൗസ് വൈഫ് ഉണ്ട് കുറെ പേര് അല്ലെ? കുറെ പേര് എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ ഇത് കുറച്ച് കേൾക്കുമ്പം ആ ആ, ഒരു ആശ്വാസം. ഞാൻ മാത്രമല്ലല്ലോ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പോലെ വേറെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ മാത്രമല്ലല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ പോലെ തോന്നും. അതുകൊണ്ടാണ് നിങ്ങളോട് ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനും കൂടെ കേൾക്കുമ്പം എനിക്ക് ഇനിയും ഫർദർ പഠിക്കാം, എനിക്ക് മുന്നോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന രീതിയിൽ നമുക്കൊന്ന് ഫീൽ ചെയ്യും അല്ലെ? നമുക്കൊരു ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് തുടർന്ന് പോകാം, അല്ലെങ്കിൽ എന്നെയും കൊണ്ടും പറ്റും എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓക്കെ ആരാ? മാം. ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? ഇത് എല്ലാവരും ആയി തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാരും ആയല്ലേ? ഇനി ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? ഒളിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണോ? ജയശ്യാം ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ആയി. ഓൾമോസ്റ്റ് എല്ലാരും ആയില്ലേ? ഓക്കെ, എന്നാ നമുക്ക് പരിചയപ്പെട്ടോ? ശ്രിബിൻ ആ ശ്രുതിൻ ആദ്യമേ വന്നു, വന്നല്ലേ? ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ വിളിക്കാതെ തന്നെ ചാടി വന്നു, ആക്റ്റീവ് ആയിരുന്നു, കുഴപ്പമില്ല. നമുക്ക് എന്നാ അടുത്തൊരു ലാസ്റ്റ് ഗെയിമിലോട്ട് പോയാലോ? പക്ഷെ സ്നേഹം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗെയിം കളിക്കാൻ പറ്റില്ല. ഓ ആ, ആ. നമുക്ക് അടുത്ത ഗെയിം സ്നേഹ മിസ്സിന് എന്തോ നെറ്റ് ഇഷ്യൂ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിം കളിക്കണമെങ്കിൽ ഇതുപോലെ വീഡിയോ ഓഫ് ചെയ്തിരുന്നാൽ പറ്റില്ല. അപ്പൊ എല്ലാവരും ഒന്ന് വേഗം വീഡിയോ ഓൺ ഇപ്പൊ ചെയ്ത് എല്ലാരും ഫ്രീ ആയിട്ടൊന്ന് എല്ലാരും പരിചയപ്പെട്ട എല്ലാരും ഒന്ന് ഫ്രീ ആയില്ലേ? ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ആക്കി ഒന്ന് ഓടാനും ചാടാനും ഒക്കെ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. മൊബൈലൊക്കെ ഒരു നിങ്ങൾ കാണുന്ന നമുക്ക് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. മൊബൈലൊക്കെ വെക്കുക അടുത്തൊരു ഗെയിമിന് വേണ്ടിയിട്ട്. ആ മൊബൈൽ എടുത്തുകൊണ്ട് നമുക്ക് ഓടണ്ട. വിസിബിൾ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗെയിം, ഗ്രാബ് ആൻഡ് റൺ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഓടാനൊക്കെ റെഡി ആയിരിക്കണം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മൾ ഇതിൽ കുറച്ച് ഇമേജസ് കാണിക്കും ഓരോരോ സാധനത്തിന്റെ. സോ ആ ഇമേജസ് നിങ്ങൾ വേഗം പോയി എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ക്യാമറയിൽ കാണിക്കണം. ഓക്കെ, ഒരു വാമപ്പ് ഒക്കെ വേണോ ആർക്കെങ്കിലും? റെഡിയാണോ? നാല് പിള്ളേരുണ്ട്, അവരെ നിങ്ങൾക്ക് മതി മതി, റെഡി. നമുക്ക് പിള്ളേരെ മതി പിള്ളേരൊക്കെ കൂട്ടിക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് സംഭവം എന്ന്. ഗ്രാബ് ആൻഡ് റൺ, പെട്ടെന്ന് സാധനം ഒപ്പിച്ചോണ്ട് വന്നോണം കേട്ടോ, ജസ്റ്റ് ക്ലൂ കാണുമ്പോളെ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി മാം ആദ്യത്തെ കാണിച്ചോ. ഗ്ലാസ്. ഗ്ലാസ്, എന്ത് ടൈപ്പ് ഗ്ലാസ്സും ആയിക്കോളട്ടെ. ഓക്കെ, അശ്വിനി നസീം എഴുന്നേറ്റു.
ഓക്കെ ആ, കിട്ടി. ഐഫോൺ നെക്സ്റ്റ് മുർഷിദ് എടുക്കുമ്പോ ഹരിതയ്ക്ക് കിട്ടി അല്ലേ? ഇല്ല, അതോ എടുക്കാൻ പോയതേ ഉള്ളോ? ഹരിത നടന്നെത്തി. എടുക്കാൻ പോയതേ ഉള്ളൂ. നടന്നെത്തിയിട്ടില്ല. ഓക്കെ ഫാത്തിമയ്ക്ക് കിട്ടി. ഫൈവ് സൗദയ്ക്ക് കിട്ടി. സൗദ കപ്പ്. പിന്നെ ഹരിതയ്ക്ക് കിട്ടി. എന്നു എനിക്കും കിട്ടിയോ? ഓക്കെ, ഒരു ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ. നമ്മള് പിക്ചർ കാണിക്കുന്ന അല്ലാതെ ഐഡിയ പറയുന്ന സാധനം കാണിക്കണം. ഇതിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ കിട്ടിയല്ലേ? നെക്സ്റ്റ് അടുത്തത് സ്പെക്സ് അല്ലെങ്കിൽ ഗ്ലാസസ്. അത് തപ്പിട്ട് കാര്യമില്ല, ഇവിടെ ആരെടുത്തില്ല. സൺഗ്ലാസ് വേറെ ഇപ്പൊ കണ്ണട ഇല്ല. ഹരിതയ്ക്ക് കിട്ടി. ഹരിതയ്ക്ക് ആദ്യം കിട്ടി. സൗദയ്ക്ക് കിട്ടി. നസീം ഒന്നും എടുക്കണില്ലേ? ആ മിറർ ആ ഗ്ലാസ് ആണ്. നമ്മള് ഈ ഗ്ലാസ് ആണ് ഉദ്ദേശിച്ചത്. ക്ലാസ് ഇല്ല. ഓക്കെ. കുഴപ്പമില്ല കുഴപ്പമില്ല. ആ ഐഫോണിന്റെ വെറൈറ്റി ഗ്ലാസ് കണ്ടില്ലേ? നമ്മൾ ഇതാണ് പേര് നമ്മൾ അതിൽ റീനെയിം ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പേര് വിളിക്കായിരുന്നു. ഇപ്പൊ ഐഫോൺ ഐഫോൺ അങ്ങനെ പറയണം. ഓക്കെ, അടുത്ത കാണിക്കട്ടെ. കോം. ഇത് എല്ലാവരുടെയും ഉണ്ടാവും. നസീമിന് ഫസ്റ്റ് കിട്ടി. ഹരിത, അശ്വിനി, ഐഫോൺ, ഫാത്തിമ, സൗദ, റിസ്വാന കോമ്പില്ലേ? ഹോസ്പിറ്റലിലായി പോയി. ഓക്കെ ഓക്കെ, ശരി ശരി. കുഴപ്പമില്ല. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അടുത്ത കാണിക്കാം അല്ലെ? സിസേഴ്സ്. അശ്വിനിക്ക് കിട്ടി. നസീമിന് കിട്ടിയ ഹരിത, ഫാത്തിമ, സൗദ, ഹരിത കിട്ടി. ഓക്കെ, സമീം കിട്ടി. കയ്യെത്തും ദൂരത്തുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് പെൻ ഓർ പെൻസിൽ. എന്തുമാകാം. കൈ തന്നെ കിട്ടി. മുർഷിദ. നസീം കിട്ടിയോ? കിട്ടി. റിസ്വാന എല്ലാവർക്കും. ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ അവരോട് പറയും നിങ്ങൾ രക്തത്തിൽ നിന്നാല് പ്രശ്നമാണ്. ഗ്ലൂക്കോസ് കൂടുതൽ. മ്യൂട്ട് ചെയ്യുമോ? ക്ലാസ് ആണോ? നെക്സ്റ്റ് നോക്കാം. ബുക്ക്. ഓക്കെ, അശ്വിനിക്ക് കിട്ടി. ഹരിത, നസീം ബുക്കില്ലേ? ഞാൻ കാണിച്ചു, ഫസ്റ്റേ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവർക്കൊക്കെ ഏകദേശമൊക്കെ സാധനമൊക്കെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പ്ലേറ്റ്.
കിട്ടിയില്ല എല്ലാവർക്കും? നസീമിന് കിട്ടിയില്ലേ? പ്ലേറ്റ് ഇല്ല. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. സ്പൂൺ. സ്പൂൺ. പ്ലേറ്റ് ഇല്ലാത്തോണ്ട് ഇച്ചിരൂടെ നേരത്തെ പറഞ്ഞായിരുന്നു. അല്ല, ഇച്ചിരൂടെ നേരത്തെ പറഞ്ഞായിരുന്നു ആ പ്ലേറ്റിന്റെ ഒരു സ്പൂൺ കൂടെ എടുത്തേനെ. അശ്വിനിക്ക് കിട്ടി. ഫാത്തിമയ്ക്ക് കിട്ടി. ഐഷ, ഹരിത. ഹരിത ഓട് വന്നു. സ്പൂൺ കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി അല്ലേ? പെർഫ്യൂം. പെർഫ്യൂം ഇല്ലാത്ത വീടോ? ഹരിതയ്ക്ക് കിട്ടി. അശ്വിനി, നസീം, ഫാത്തിമ, സൗദ, സൗദ. ഓക്കെ. ഐഷ അലമാര തുറന്ന് പെർഫ്യൂം എടുക്കാൻ പോയി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ. റിമോട്ട്. റിമോട്ട്. വേഗം വേഗം. അതാ കിട്ടി. ഐഫോൺ. പേരെന്തായിരുന്നു? അയ്യോ, ഹരിത. ഐഫോൺ വെച്ചിരിക്കുന്നത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആരാ? റിസാന അല്ലേ? ഓക്കെ. റിസ്വാനയുണ്ട്, റിസാനയുണ്ട്, രണ്ടുപേരും ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പം അടുത്തത് എനിത്തിങ് റെഡ് ഇൻ കളർ. എന്ത് ഐറ്റം വേണേലും. വേഗം എടുത്തു ഫസ്റ്റ്. നസീമിന് കിട്ടി. ചീപ്പ്. ഒരു പ്രോപ്പർട്ടി ആക്കി നസീം. മുർഷിദക്ക് കിട്ടി. എല്ലാവർക്കും കിട്ടി. റിസാനക്ക് കിട്ടി. റിസ്വാനക്ക് കിട്ടി. ഓക്കെ. അശ്വിനി, ഹരിത. ഓക്കെ, ഓൾമോസ്റ്റ് കിട്ടിയല്ലേ എല്ലാവർക്കും? ഉഷാറാണ്. എങ്ങനെയാണ്? ഹാപ്പി ആയോ? വളരെ ഇതൊക്കെ വളരെ മതിയായിരുന്നു ഗെയിം ഹാപ്പിയാണ്. അല്ലേ? ഇത് മാത്രം മതിയായിരുന്നല്ലേ? അതായിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ ഉണർന്നേനെയും. നിങ്ങൾ എന്ത് എന്നെ നേരത്തെ ഉണർത്താഞ്ഞ് എന്നാണ് അവർക്ക് തോന്നുന്നേ? ശരിക്കും ജസ്റ്റ് നമ്മളൊന്ന് നിങ്ങളൊക്കെ ഉഷാറായി. ഇപ്പം ഇത്രയും നേരം മറ്റേ ഗെയിമൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നതിന് ഒന്ന് ഉഷാറാക്കാനാണ് ഈ ഒരു ഇതോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പൊ തന്നെ പേര് കേട്ടപ്പോ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിലെ കുറെ പേരുടെ പേരൊക്കെ ഇപ്പൊ പഠിച്ചില്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ പഠിച്ചു. ഞങ്ങൾ തന്നെ ഇപ്പൊ കുറെ പേര് പഠിച്ചു. ഇപ്പൊ സൗദ, നസീമിനെ ഞങ്ങൾ ആദ്യമേ പഠിച്ചു. ബാക്കി അങ്ങനെ കുറച്ച് പേരുകൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ പഠിച്ചു, മനസ്സിലായി. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഇടയിൽ നിങ്ങളുടെ കുറെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ പരിചയപ്പെട്ട് കാണുമല്ലോ. അതാ പറഞ്ഞ ആക്റ്റീവായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയപ്പെടാൻ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ക്ലാസ് ചെല്ലുമ്പോ, സ്കൂളിൽ ചെല്ലുമ്പം അന്നേരം ചിലരെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഓർക്കുമല്ലോ. അതേപോലെ ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മൾ കുറെ ആൾക്കാരെ ഞങ്ങളുടെ മെമ്മറിയിലും നിങ്ങളുടെ മെമ്മറിയിലും ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ നമുക്ക് മുന്നോട്ട് ധാരാളം സെഷൻസ് ഉണ്ട്. പക്ഷെ ഇത്രയും നമ്മൾ കൂളായിട്ടായിരിക്കത്തില്ല, അറിയേണ്ട ഇച്ചിരി ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും. ഇത് നമുക്കൊരു ജസ്റ്റ് ഐസ് ബ്രേക്കിംഗ് പോലത്തെ ഒരു സെഷനേ ഉള്ളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാനും എല്ലാത്തിന്റെ ഒരു സ്റ്റെപ്പ് 1, ഒരു ചവിട്ടുപടി പോലെ നിങ്ങൾക്ക് ഒന്ന് കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സെഷൻ ആയിരുന്നു. നമ്മൾ ഇനി മുന്നോട്ട് വരുന്ന സെഷൻസ് എന്ന് പറയുന്നത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതില് മാം ആത്തുന്ന സ്ക്രീൻ ഒന്ന് കാണിക്കും. ഐഷ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. മാം ബാക്കി സെഷൻസിന്റെ ഇതൊന്ന് സ്ലൈഡ് എടുക്കും. നമുക്ക് ആകെ മൊത്തത്തില് 10 സെഷൻസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സെഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഓരോ ഫസ്റ്റ് സെഷൻസിലും നമുക്ക് എന്താണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട്
പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഓരോ സെഷൻസ് ഉണ്ട്. അതില് സെഷൻ 2 തൊട്ട് എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇഗ്നോയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ പരിചയപ്പെടാൻ നമുക്ക് കുറെ സെഷൻസ് ഉണ്ട്. അതിൽ സെഷൻ 2 എന്ന് പറയുന്നത് എടുത്തോ മാം, ഷെയർ ചെയ്യാൻ. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിനകത്ത് സെഷൻ 2, അതായത് ഇന്നത്തെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. നമ്മൾ ഒരു കിക്ക് ഓഫ്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, നമ്മളുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് റിലാക്സ് മോഡിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്തു. ഇനി സെഷൻ 2, അതായത് നാളെ ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും സെഷൻ 2 വരിക. ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഗ്നോയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലയിടത്തു നിന്നും പല കൺഫ്യൂഷൻസും പല കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്താണ്, എങ്ങനെയാണ്, മുന്നോട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ടഫ് ആണ്, അല്ലെങ്കിൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതിൽ എന്തൊക്കെയാണ് നമുക്കുള്ളത്, അല്ലെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇഗ്നോയുടെ സൈറ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണ് സെഷൻ 2 എന്ന് പറയുന്നത്. ദെൻ സെഷൻ 3 നമ്മൾ ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്, അതായത് ലേൺ വൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നിങ്ങൾക്കുള്ള കുറെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ലേൺ വൈസിൽ നമുക്ക് പഠിക്കാനും നോക്കാനും ഒക്കെയുള്ള കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സെഷൻ 3 വരിക. ദെൻ സെഷൻ 4 ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ്, അതായത് ലേൺ വൈസിന്റെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതായത് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറെ കമ്മ്യൂണിറ്റീസും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ലേൺ വൈസിന്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ സെഷൻ 5 എന്ന് പറയുന്നത് ഇലൂമിനേഷൻ അല്ലെങ്കിൽ അലൂമിനി സക്സസ് സ്റ്റോറീസ്, അതായത് നമ്മളിൽ നിന്ന് ലേൺ വൈസിൽ നിന്ന് ഇപ്പൊ കറന്റ് പഠിച്ചിറങ്ങിയിരിക്കുന്നവരും അല്ലെങ്കിൽ അവരുടെ ഒരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ നമ്മൾ പറയുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഥ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മളിനകത്ത് ജോയിൻ ചെയ്തത് തന്നെ എന്താണ്, ഇതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ അന്നേരം തന്നെ നിങ്ങൾ പലപ്പോഴും പല കഥകളും കേട്ടിട്ടുണ്ട്. അതേപോലെ എന്താണ്, നമ്മളുടെ ഒരു സ്റ്റുഡൻസ് അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് അതിൽ ലേൺ വൈസിന്റെ എന്ന് മാത്രമല്ല, അവരെ എങ്ങനെ ഇഗ്നോയിൽ വന്നിട്ട് അവർ പഠിക്കാനെടുത്ത സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സക്സസ്ഫുൾ ആയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓരോ എക്സാമിനെ അല്ലെങ്കിൽ ഓരോ അസൈൻമെന്റ്സും ഡീൽ ചെയ്തത് എന്നുള്ള അവരുടെ ഒരു സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്താൽ നമുക്ക് കൂടുതൽ സക്സസ് ആകാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ദെൻ സെഷൻ 6 എന്ന് പറയുന്നത് പവർ ഓഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മീറ്റ് ദ ലേൺ വൈസ് ടീം, അതായത് നമ്മുടെ ഹോൾ ലേൺ വൈസ് ടീമിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും. നമുക്ക് ലേൺ വൈസിൽ ഒത്തിരി മെന്റേഴ്സും അല്ലെങ്കിൽ ഒത്തിരി ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടേണ്ട കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവരുടെ ഓരോ കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കൂടുതൽ ഇൻഫർമേഷൻസും, നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു സെഷൻ ആണ് സെഷൻ 6 എന്ന് പറയുന്നത്. ദെൻ ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് സെഷൻ 7 നമ്മളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആക്കാനുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്ലാസ് ഒരു സെഷനുമായിരിക്കും. അതിൽ നമ്മൾ EP പോലത്തെ കുറച്ച് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വിത്തൗട്ട് ഫീസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു സെഷൻ ആണ്. അപ്പൊ അതിന്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു സെഷൻസിനകത്ത് പറഞ്ഞു തരും. ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, അതായത് കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സെഷൻ ആയിരിക്കും സെഷൻ 8 എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു സെഷനുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ മുന്നോട്ട് നേടിയെടുക്കാം, അല്ലെങ്കിൽ കരിയർ ബിൽഡിങ്ങിന് നമുക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷൻ. ദെൻ വെൽബീങ് ആൻഡ് ബാലൻസ്, അതായത് മെന്റൽ ഹെൽത്തുമായിട്ട് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ ആണ്. നമുക്കൊരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കൗൺസിലിംഗ് സെഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെ നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1-to-1 സെഷൻസ് എടുക്കാം. അതേപോലെ ഹാപ്പിനെസ് അംബാസിഡർ പോലെ ഒരു സെഷൻസ് നമുക്ക് മന്ത്ലി വൺസ് സാധാരണ എടുക്കാറുണ്ട്. ഹോൾ ഒരു കോമൺ മീറ്റിംഗ് ആയിട്ട് നമുക്ക് മൈൻഡ് സ്ട്രെസ് ആയിട്ടിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് കൂളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുന്നോട്ട് സ്റ്റഡീസും കാര്യങ്ങളും കൊണ്ടുപോകണം, ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ റിലാക്സ് ആയിട്ട് പറയുന്ന ഒരു സെഷൻസ് ആയിരിക്കും സെഷൻ 9 എന്ന് പറയുന്നത്. അതേപോലെ ലാസ്റ്റ് ലോഞ്ച് പാഡ്, അതായത് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നോക്കി ഒന്ന് നമ്മളുടെ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്ത് നമ്മുടെ ജേർണി ബിഗിൻ. ഇപ്പൊ നിങ്ങൾ കാണിച്ച ഈ ഒരു എനർജി കാര്യങ്ങൾ മുന്നോട്ടും
ഇതിലേറെ അപ്പുറമായിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു സെഷൻസിലെല്ലാം നിങ്ങളുടെ കോമൺ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതേപോലെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും നമുക്ക് ഇനി ഇങ്ങനെ ഒരു സംസാരിക്കാനിടയാ വരുന്നത്, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു സെഷൻസിലെല്ലാം നിങ്ങളുടേതായ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാം. നിങ്ങൾ പേടിക്കേണ്ട, ആക്റ്റീവായിട്ട് തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാം കേട്ടോ. എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സെഷൻ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? നിങ്ങൾക്ക് ഹാപ്പി ആയിരുന്നോ? അതായത് ഒന്ന് ഉഷാറാകാൻ പറ്റിയോ? മുന്നോട്ട് പഠിക്കാം, നമ്മൾക്ക് എടുത്തത് ഒന്ന് ഉഷാറാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി റെഡിയാണ് പഠിക്കാൻ എന്നൊരു തോന്നലൊക്കെ വന്നോ? ജോയ്, ഓക്കെ. അതോ ബോറടി ആയിരുന്നോ? വെറുതെ സമയം കളഞ്ഞെന്ന് തോന്നിയോ? അതോ ജസ്റ്റ് ഒരു ഹാപ്പി ആയിട്ട് തോന്നിയോ? ഞങ്ങളുടെ പ്രായവും സിറ്റുവേഷനും ഒന്നുമല്ല, എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട്, എനിക്കും പഠിക്കാൻ പറ്റും എന്നൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നി? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ചാറ്റ് ബോക്സ് മാത്രം യൂസ് ചെയ്യാതെ പറയാൻ പറ്റുമോ? നസീം മിണ്ടൂലെന്നായിരിക്കും തലയായിട്ടൊന്നും പറയൂല, ഞാൻ മിണ്ടൂല. ഓക്കെ, ആർക്കാണ് പറയാൻ പറ്റുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, തോന്നി, ഹാപ്പി. ഓക്കെ, ആരും മിണ്ടൂല അല്ലേ? ചാറ്റ് ബോക്സിലെ മിണ്ടൂ. ഓക്കെ, എല്ലാരും ഹാപ്പി ആയിരുന്നു അല്ലേ? പേര് വിളിക്കേണ്ടി വരും തോന്നി. ഡയലോഗിന് പേര് വിളിച്ചിന് ചോദിക്കുന്നത് ഡയലോഗ് ചാറ്റ് ബോക്സിൽ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ എന്നാലും തുറന്ന് പറയാൻ ഇപ്പോഴും ഈ മടി മാറിയില്ലേ? നാണം മാറിയില്ലേ? ഇത്രയൊക്കെ ചാടി നിന്നിട്ടും. യെസ്, സന. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട്, ഇതെന്നല്ല എല്ലാ സെഷൻസും കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. സ്ക്രീൻ കാണാമോ? കാണാം. ക്ലിയർ ആണ്. Okay, നമുക്ക് ഒരു ആക്ഷൻ ടാസ്ക് ആണ്. നിങ്ങൾക്ക് ഓരോ സെഷൻസ് കഴിയുമ്പോഴും ഇതേപോലെ ആക്ഷൻ ടാസ്ക് തരും. ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു സെഷൻ ഇപ്പം കണ്ടു, എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ചെയ്യേണ്ട ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ ആയ ഇന്ന് സ്പാർക്ക് കിക്ക് ഓഫിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ദ വെൽക്കം മീറ്റ്. അതായത് ഒരു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയമായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ്, അതായത് നമ്മളുടെ യുവർ നെയിം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, യുവർ സ്ട്രെങ്ത്സ്, ഹോബീസ്, ജോബ്. നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, സെയിം സംഗതി തന്നെ. പക്ഷെ എന്ത് വേണം, നമ്മുടെ സ്ട്രെങ്തും ഹോബീസും ഒക്കെയും കൂടി ചേർത്ത് എന്ത് ചെയ്യുക, ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണോ അല്ലെങ്കിൽ കറന്റ്ലി സ്റ്റുഡന്റ് ആണോ, എന്ത് വേണേലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊരു ഫ്രീ ആയിട്ട് നിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സെഷൻ ആണ്. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇത് നിങ്ങളുടെ മെന്റേഴ്സ്, അതായത് മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതൊന്ന് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെന്റേഴ്സിന് തന്നെ ഇത് റിപ്ലൈ ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടേതായ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജസ്റ്റ് ഒരു സെഷൻ ആയിട്ട് നിങ്ങൾ അത് കൊടുക്കുക. ഇതിനകത്ത് ഒരു ജസ്റ്റ് മോഡൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കണ്ടോ? നെയിം ജോൺ എന്നാണ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, പ്ലേസ് കൊടുത്തു, സ്ട്രെങ്ത് കോൺഫിഡന്റ് ആണ്, ഡിറ്റർമിൻ ആ രീതിയിൽ കൊടുത്തു, ദെൻ ഹോബീസ്, ജോബ്. ഇത്രയും പറഞ്ഞിട്ട് ഒരു സിമ്പിൾ ടാസ്ക് ആണ്. നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ, നമ്മളുടെ മെന്ററിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ജസ്റ്റ് കൊടുക്കുക. എല്ലാവരും ഓക്കെ അല്ലേ? കൊടുക്കത്തില്ലേ? ഇതേപോലെ തന്നെ നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് ഇന്നത്തേത് ഇന്ന് ഷെയർ ചെയ്ത് അതേപോലെ ഓരോ സെഷൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ ടാസ്കുകൾ അതാത് ദിവസത്തെ അതാത് സെഷന്റെ ആക്ഷൻ ടാസ്കുകൾ ഷെയർ ചെയ്ത് തരും. ആക്റ്റീവായിട്ട് അത് പിറ്റേന്ന് ഒരു 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് മെന്റർക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഏറ്റവും നല്ലതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്ഷൻ ടാസ്കുകളൊക്കെ ചെയ്യുന്നവരൊക്കെ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പ്രത്യേകം മെൻഷൻ ചെയ്യും കേട്ടോ. ആരാണ് ആക്റ്റീവ് അല്ലെങ്കിൽ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തത് ആരാണ് എന്ന് പ്രത്യേകം പേരൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പം നിങ്ങൾ ആക്റ്റീവായിട്ട് ആദ്യത്തെ ടാസ്ക് തൊട്ടേ ചെയ്ത് തുടങ്ങുക. ടാസ്കിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് പറയാമോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? പറ ഞങ്ങൾ നിർബന്ധിച്ച് പറയണോ? പറയൂ, ആർക്കാണ് പറയാൻ പറ്റുക?
ഞാൻ പേര് പറയാം അല്ലെങ്കിൽ. അശ്വിനി, മാം, അത് നമ്മൾ എഴുതി ഷമീമ. അയക്കുകയാണോ ഓക്കെ, വേണ്ടിയത് മെൻറ്റർക്ക്? നമ്മൾ എഴുതി അയക്കുകയാണോ അത് വേണ്ടിയത് എഴുതി അയച്ചാൽ മെൻറ്റർക്ക്? ഇത് ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതുകയോ ടൈപ്പ് ചെയ്തോ നിങ്ങളുടെ മെന്റർക്ക് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ ഒന്നെങ്കിൽ ഓക്കെ, എ ഞാൻ ഫോർ ഷീറ്റ് കേട്ടില്ല പേപ്പറിൽ നേരത്തെ എഴുതി, പറഞ്ഞത്. അത് കുഴപ്പമില്ല. A4 ഷീറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എന്നാ അതുകൂടെ പറഞ്ഞിട്ട് പോമോ? ഗുഡ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓക്കെ. അശ്വിനി, അടിപൊളിയായിരുന്നു. ഷെറിൻ ഇപ്പോഴും മിണ്ടാതെ ഒതുങ്ങിയിരിക്കും അല്ലേ? ഇതിന് ആൻസർ ഒന്നും വേണ്ടല്ലോ, അതിന് മറുപടി പറഞ്ഞു. ഹരിത, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്, അടിപൊളിയായിരുന്നു. ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ സെക്ഷൻ കഴിഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. മുന്നോട്ട് ഉഷാറായിട്ട് പോകാന്ന് തോന്നുന്നല്ലേ? നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയല്ലോ അല്ലേ? ഓ, ഫ്രീ ആയിട്ട് ഇത്രേ ഉള്ളു കാര്യം. നമുക്ക് തുടർന്ന് നല്ല രീതിയിൽ ഉഷാറായിട്ട് പോകുക കേട്ടോ. ഈ ഒരു ആക്റ്റീവ് ഇപ്പൊ ലാസ്റ്റ് ഗെയിം കളിച്ചപ്പോൾ നിങ്ങൾ കാണിച്ച ഒരു ആക്റ്റീവ്നെസ് ഉണ്ടല്ലോ, അത് മുന്നോട്ടും ഞങ്ങൾ തുടർന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ബാക്കി സെഷൻസിലാണേലും അതേപോലെ തന്നെ ബാക്കി പഠിത്ത കാര്യങ്ങളിലാണേലും ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഉണ്ട്. ചോദിച്ചു. എല്ലാ ആരായിരുന്നു? ദിവസവും ഈ സമയത്താണ് ക്ലാസ്? എന്തോ എല്ലാ ദിവസവും ഈ സമയത്താണോ ക്ലാസ്? ഈ ടൈമിലാണോ? നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഇതിപ്പോ സെഷൻസ് ആണ്, ഓറിയന്റേഷൻ സെഷൻ ആണ്. അത് ഈ ഒരു ഏകദേശം 7 അല്ലെങ്കിൽ 8:30 ഈ ഒരു 2 ടൈമിലായിരിക്കും മാറി വരിക. ദെൻ നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് റിവിഷൻ ക്ലാസ് ആണ്. അത് നോർമലി ഈവനിങ് ടൈമിലാണ്, ഡെയിലി ഇല്ല കേട്ടോ. ഓക്കെ. ഈ ലൈവ് റിവിഷൻ ക്ലാസ്സസ് അല്ലേ? ബിടെക്സിൽ എത്ര അപ്പൊ ക്ലാസ്സസ്? ഓ, നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരുമ്പോൾ നമ്മൾ ഈ ഒരു സെഷന്റെ ഇടയ്ക്ക് തന്നെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും, വെൻഡേഴ്സ് ഷെയർ ചെയ്ത് തരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൊ നമുക്ക് ഓരോ പോർഷൻ കവർ ചെയ്യാനുള്ള ടൈം അതിനകത്ത് കാണും. അതേപോലെ തന്നെ ആ ഒരു ഒറ്റ ബ്ലോക്ക് കവർ ചെയ്യുന്ന സമയം നിങ്ങളിപ്പോ ആപ്പ് യൂസ് ചെയ്തപ്പോൾ കണ്ടു കാണുമല്ലോ, ബ്ലോക്കുകൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബ്ലോക്ക് തീരുമ്പോൾ അതിന്റെ ലൈവ് റിവിഷൻ ക്ലാസ് അങ്ങനെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് ഒരു ഏകദേശം ഡേറ്റ് ഒക്കെ അതിനകത്ത് കൊടുത്തിരിക്കും. ഏകദേശം ഇന്ന ദിവസമാണ്. അതിൽ നിന്ന് ചെറിയൊരു ദിവസം, ഒന്നുകിൽ ഒരു ദിവസം മുന്നോട്ടോ പുറമോട്ടോ പോകും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ചേഞ്ചസ് വരത്തില്ല. അതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷൻസിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും? ഈ ഇതേപോലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അറിയാൻ എന്തുമാണ്? അഥവാ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണോ? പറ്റില്ലേ, ഇങ്ങനെയുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ അവിടെ നടക്കുന്ന കാര്യം അറിയാൻ എന്താണ്? നമുക്ക് കോമൺ സെഷൻസിന്റെ എല്ലാം ലൈവിന്റെ റെക്കോർഡ് വരും. യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഇതിന്റെ ഒക്കെ. അല്ലാതെ നമുക്ക് ക്ലാസ്സസ് ആണെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് ലൈവിന്റെ റെക്കോർഡ് വരും. ക്ലാസ്സസ് യൂട്യൂബിലല്ല. ഇതുപോലത്തെ കോമൺ മീറ്റിംഗ്സ് ഒക്കെ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരും, നിങ്ങൾക്ക് കാണാം. നമുക്കൊന്നും മിസ്സാകത്തില്ല. അഥവാ ഇൻ കേസ് ഒരു എമർജൻസിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെഷൻസും മിസ്സായി പോകത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം സെഷൻ ഇതായില്ലേ, വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഹാപ്പി ആണല്ലോ അല്ലേ? ഉഷാറായിട്ട് തുടങ്ങിക്കോണം കേട്ടോ. വരുന്ന സെഷൻസിൽ ഓരോന്നിലും നമുക്ക് വീണ്ടും കാണാം. എന്നാ ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. എല്ലാവരും നല്ലൊരു ഉഷാറിലും വരുന്ന സെഷൻസിലും കാണാം കേട്ടോ. ഓക്കെ, ബൈ.